മലയാളത്തിൽ നിന്ന് ജീവിച്ചിരിക്കുന്ന ഏറ്റവും തലപ്പൊക്കമുള്ള എഴുത്തുകാരിൽ ഒരാളാണ് സേതു. മറ്റൊന്ന് മുകുന്ദൻ, അങ്ങനെ കുറേ പേരുണ്ടല്ലോ. സേതു എന്ന സേതുമാധവൻ ജനിച്ചത് ചേന്ദമംഗലത്താണ്, എറണാകുളം ജില്ലയിലെ പറവൂരിനടുത്തുള്ള ചേന്ദമംഗലം. ചേന്ദമംഗലത്ത് കൈത്തറികളുടെ നാടാണ്. ചേന്ദമംഗലം കൈത്തറി ഒരു ബ്രാൻഡാണല്ലോ. കുത്താമ്പുള്ളി, ബാലരാമപുരം എന്ന് പറയുന്നത് പോലെ ഒരു ബ്രാൻഡാണ് ചേന്ദമംഗലം. അവിടെയാണ് അദ്ദേഹത്തിൻ്റെ ജന്മനാട്. അച്ഛൻ പൂനെയിലായിരുന്നു, അമ്മയും മകനും മാത്രമായിരുന്നു കുടുംബത്തിൽ ഉണ്ടായിരുന്നത്. അച്ഛൻ പൂനെയിൽ ജോലി ചെയ്തു. ആലുവ UC കോളേജിൽ നിന്ന് BSc ഫിസിക്സ് കഴിഞ്ഞ് അദ്ദേഹം കുറച്ച് കാലം കളമശ്ശേരി പോളിടെക്നിക്കിൽ 5-6 മാസം ജോലി ചെയ്തിട്ടുണ്ട്. അതിനുശേഷം റെയിൽവേ ബോർഡിൽ ജോലി ചെയ്തു. പിന്നീടാണ് കാലാവസ്ഥാ നിരീക്ഷണ വകുപ്പിൽ ജോലി കിട്ടി. തുമ്പയിലൊക്കെ ജോലി ചെയ്തിട്ടുണ്ട്. തുമ്പയിൽ അദ്ദേഹം ജോലി ചെയ്യുന്ന സമയത്ത് APJ അബ്ദുൽ കലാമൊക്കെ അന്ന് അവിടെ ഉണ്ട്. ആ അനുഭവങ്ങളൊക്കെ വളരെ വിശദമായി അദ്ദേഹത്തിൻ്റെ ആത്മകഥയിൽ പറയുന്നുണ്ട്. APJ ആയിട്ടുള്ള അനുഭവങ്ങൾ ഒക്കെ പറയുന്നുണ്ട്. ചേന്ദമംഗലം മറ്റൊരു രീതിയിലും പ്രശസ്തമാണ്. കൊച്ചി രാജാക്കന്മാരുടെ മന്ത്രിമാരായിരുന്ന പാലിയത്തച്ഛന്മാരുടെ വസതിയെന്നോ കൊട്ടാരെന്നോ എന്താ പറയേണ്ടത് എനിക്കറിയില്ല. പാലിയത്താണ്, പാലിയത്തച്ഛന്മാരെന്ന് അവരെ പറയുന്നത്. അവിടെ ജയചന്ദ്രനൊക്കെ പാലിയത്തെ കുടുംബക്കാരാണല്ലോ. ഇപ്പം മാതൃഭൂമിയിൽ വെബിനിവേഷം എഴുതുന്ന ആരാണ് അദ്ദേഹത്തിൻ്റെ പേര്? രാമോഹൻ അല്ലേ? പാലിയത്താണ്. അദ്ദേഹം അടുത്തിടയ്ക്ക് പറഞ്ഞിട്ടുണ്ട്, ചേന്ദമംഗലത്ത് ജനിച്ച ഒരാൾക്ക് എഴുതാതിരിക്കാൻ കഴിയില്ല എന്നാണ് രാമോഹൻ പാലിയത്ത് പറയണം. അപ്പോൾ സേതു ഇപ്പോൾ താമസിക്കുന്ന ചേന്ദമംഗലത്തല്ല കേട്ടോ, ആലുവ അടുത്ത് കടുങ്ങല്ലൂർ എന്ന് പറഞ്ഞ സ്ഥലത്താണ്. ആലുവയിൽ നിന്ന് ഒരു 5 കിലോമീറ്റർ അപ്പുറം. എൻ്റെയൊക്കെ വീടിൻ്റെ അടുത്തുനിന്നൊരു 20 കിലോമീറ്റർ ഉള്ളൂ. ഈ കടുങ്ങല്ലൂരാണ് നമ്മുടെ സുഭാഷ് ചന്ദ്രൻ്റെ, ഗ്രേസിയുടെ ഒക്കെ നാട്. അവരൊക്കെ അവിടെ നിന്ന് പോയി. പക്ഷേ അവിടെ ഒന്ന് താമസിച്ച സേതു ഇപ്പം അറിയപ്പെടുന്ന കടുങ്ങല്ലൂരുകാരനായിട്ടാണ്. സുഭാഷ് ചന്ദ്രൻ കോഴിക്കോട്ടേക്ക് പോയി, ഗ്രേസി ട്രിവാൻഡ്രത്തേക്ക് മാറി. സേതു ഇപ്പോഴും എഴുതിക്കൊണ്ടിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ജൂണിലാണ് അദ്ദേഹത്തിൻ്റെ ഏറ്റവും അവസാനത്തെ നോവൽ പുറത്തു വന്നത്, അന്തകവള്ളികൾ എന്നതിൻ്റെ പേര്. അതിൻ്റെ പ്രമേയം മനുഷ്യൻ പ്രകൃതിക്ക് മേലെ ഏൽപ്പിക്കുന്ന ആഘാതങ്ങൾ, അതിനെതിരെ എത്രത്തോളം മനുഷ്യൻ ജാഗ്രതയോടെ ഇരിക്കണം എന്ന് നമ്മളെ വായനക്കാരനെ ഓർമ്മിപ്പിക്കുന്നൊരു രചനയാണ് അന്തകവള്ളികൾ. അത് ജൂണിൽ പരിസ്ഥിതി ദിനത്തിൻ്റെ അന്നായിരുന്നു എൻ്റെ റിലീസിങ്. പിന്നെ ജ്ഞാനപീഠം, അദ്ദേഹത്തിൻ്റെ പുരസ്കാരങ്ങളെക്കുറിച്ച് പറഞ്ഞല്ലോ. ജ്ഞാനപീഠം വെച്ചുള്ള ഏതാണ്ട് എല്ലാ പുരസ്കാരങ്ങൾക്കും അദ്ദേഹം അർഹനായിട്ടുണ്ട്. അദ്ദേഹത്തെ തേടിയെത്തിയിട്ടുണ്ട്. കേരള സർക്കാരിൻ്റെ അത്യുന്നത ബഹുമതി എഴുത്തച്ഛൻ പുരസ്കാരം കിട്ടിയത് 2023-ലാണ്. അത് മുഖ്യമന്ത്രി അത് കൊടുക്കാനായിട്ട് ഇദ്ദേഹത്തിന് യാത്ര ചെയ്യാൻ വയ്യാത്തതുകൊണ്ട് എറണാകുളത്തേക്ക് മുഖ്യമന്ത്രി വരികയായിരുന്നു. സാധാരണ സെക്രട്ടേറിയറ്റ് ദർബാർ വെച്ചാൽ ചെയ്യാറ്. ഇദ്ദേഹത്തിന് കൊടുക്കാൻ മുഖ്യമന്ത്രി എറണാകുളത്തേക്ക് വന്നു. 10 ഭാഷകളിൽ പറഞ്ഞല്ലോ. പാണ്ഡവപുരം മൊഴിമാറ്റം ചെയ്യപ്പെട്ടിട്ടുണ്ട്, ടർക്കിഷ്, ജർമ്മൻ, ഫ്രഞ്ച് ഉൾപ്പെടെ. മലയാളത്തിൽ അത് ചലച്ചിത്രമായെങ്കിലും അത് അത്ര ശ്രദ്ധിക്കപ്പെട്ടില്ല. GS പണിക്കരായിരുന്നു. MTയുടെ ഏകാഗ്നിയൊക്കെ സംവിധാനം ചെയ്ത GS പണിക്കരായിരുന്നു മലയാളത്തിൽ ചെയ്ത്. ദേവിയുടെ കഥാപാത്രം ചെയ്ത ജമീല മാലിക്കായിരുന്നു. ഇത് തീരെ ശ്രദ്ധിക്കപ്പെട്ടില്ല. അതിൻ്റെ കാരണങ്ങൾ അദ്ദേഹത്തിന് പറയാനുണ്ട്. പക്ഷേ ബംഗാളി വെർഷൻ, ബംഗാളി സംവിധായകൻ, അദ്ദേഹത്തിൻ്റെ പേര് ആശീഷ് കവിക്കുണ്ട് എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. ഇത് ബംഗാളി വെർഷൻ വായിച്ചിട്ട് ഭ്രമിച്ച് സേതുവിനെ വിളിച്ചു എന്നവരാണ്. അത് സിനിമയാക്കിയ ബംഗാളിയിൽ നിരാകർ ഛായ, ആകൃതി ഇല്ലാത്ത നിഴലുകൾ എന്നാണ് ബംഗാളിയിലെ ആ വാക്കിൻ്റെ പേര്. ബംഗാളിയിലേക്ക് പറിച്ചു നട്ടപ്പോൾ 3 കഥാപാത്രങ്ങളേ ഉള്ളൂ ഇതിനകത്ത്. ദേവി, ഭർത്തൃ സഹോദരി ശ്യാമളയുടെ ഭാഗത്ത് ഒരു ശീല, പിന്നെ രാഹുൽ എന്ന് പറയുന്ന കഥാപാത്രം. 3 കൽക്കട്ടയിലെ ഒരു മധ്യവർഗ പശ്ചാത്തലത്തിലേക്ക് അത് പറിച്ചു നട്ടു. ഹൂഗ്ലി, ഹൗറ, അതൊക്കെയായിരുന്നു എൻ്റെ പശ്ചാത്തലം. ബംഗാളിയിലെ ആ സിനിമ വളരെയേറെ ശ്രദ്ധിക്കപ്പെട്ടു. ന്യൂയോർക്ക് ഫിലിം ഫെസ്റ്റിവലിൽ ദേവിയുടെ വേഷം ചെയ്ത മന്ദിര ബാനർജിക്ക് ബെസ്റ്റ് ആക്ട്രസ് പുരസ്കാരം ന്യൂയോർക്കിൽ കിട്ടി. നല്ല അഭിപ്രായം കിട്ടി. പിന്നെ സേതുവിൻ്റെ വയലാർ അവാർഡ് കിട്ടിയ അടയാളങ്ങൾ, മലയാളത്തിലെ ഒരുപക്ഷെ അമ്മയും മകളും ശക്തമായ കഥാപാത്രങ്ങളായിട്ട് വരുന്ന മറ്റധികം നോവലില്ല. സ്ത്രീ മനസ്സുകളുടെ ഉള്ളറകളിലേക്ക് ഇറങ്ങിച്ചെല്ലാനുള്ള സേതുവിൻ്റെ ഒരു രചനാ വൈഭവം അനന്യസാധാരണമാണ്. അതുപോലെ അദ്ദേഹത്തിൻ്റെ ഒരുപാട് കൃതികളും സ്ത്രീ കേന്ദ്രീകൃതമാണ്. അടയാളങ്ങൾ, കിളിക്കൂട്, കിളിമൊഴികൾക്കപ്പുറം, പാർവതി, അങ്ങനെ പലതും സ്ത്രീ കേന്ദ്രീകൃതമാണ്. അപ്പോൾ അതിന് അദ്ദേഹത്തിനൊരു കാരണമുണ്ട്. ബാല്യകൗമാരങ്ങളിൽ അമ്മ മാത്രമായിരുന്നു അദ്ദേഹത്തിനൊപ്പം. അപ്പോൾ അമ്മയുടെ ലാളന, സ്നേഹം, പരിഗണന, ദേഷ്യപ്പെടൽ ഇതൊക്കെ കേട്ട് വളർന്നപ്പോൾ അമ്മ മനസ്സ്, സ്ത്രീയുടെ മനസ്സ്, ഇതൊക്കെ അദ്ദേഹത്തിൽ രൂഢമൂലമായി അവരെ മനസ്സിലാക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞു. അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ രചനകൾ കൂടുതലും ഏറിയ പങ്കും സ്ത്രീപക്ഷ രചനകളാണ്. ഒരു തമിഴ് നോവലിസ്റ്റ്, അദ്ദേഹത്തിൻ്റെ പേര് സുജാത എന്നാണ് തോന്നുന്നു, പെന്നയുമാണ്. മലയാളത്തിലെ
ഫെമിനിസ്റ്റ് റൈറ്റർ എന്നാണ് സേതുവിനെ പറ്റി പറയാറ്. ഫെമിനിസ്റ്റ് റൈറ്റർ. അദ്ദേഹത്തിൻ്റെ നോവലിൻ്റെ ഒരു രീതിയാണിത്. പിന്നെ ചേന്ദമംഗലത്തെ തറികളിൽ മനോഹരമായി ഊടുംപാവും നെയ്യുന്നതിൻ്റെ ഒരു താളം അദ്ദേഹത്തിൻ്റെ രചനകളിൽ കാണാം. ചേന്ദമംഗലമാണ് തൻ്റെ രചനകളുടെ ഊർജം എന്ന് അദ്ദേഹം പലയിടത്തും പറഞ്ഞിട്ടുണ്ട്. ചേന്ദമംഗലം. പിന്നെ മറ്റൊരു പ്രധാനപ്പെട്ട കൃതി ആലിയ. ആലിയ എന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിൻ്റെ ബാല്യകാലത്തൊക്കെ അവിടെ ഒരുപാട് ജൂയിഷ് ഫാമിലി ഉണ്ടാവും, ജൂതന്മാർ ഒരുപാടുണ്ടായിരുന്നു, അദ്ദേഹത്തിൻ്റെ സഹപാഠികളൊക്കെ ആയിട്ട്. അവരൊക്കെ കുറെ കഴിഞ്ഞ് ഇസ്രായേൽ എന്നുള്ള രാജ്യം സ്ഥാപിക്കാൻ വിട്ടപ്പോൾ മടങ്ങിപ്പോയി. അപ്പോൾ അവരുടെ സെറ്റിൽമെൻറ്റും മടങ്ങിപ്പോക്കും ഒക്കെയാണ് ഈ ആലിയയിലെ പ്രമേയം. സേതുവിന് ഏറ്റവും ഇഷ്ടപ്പെട്ട നോവൽ ഏതാണെന്ന് വെച്ചാൽ അദ്ദേഹം പലപ്പോഴും പറയാറ് ആലിയയാണെന്നാണ്. പാണ്ഡവപുരം ഇല്ലെന്നല്ല, എങ്കിലും ഇസ്രായേലിൽ മടങ്ങിയിട്ടും അവർ ഗൃഹാതുരത്വത്തോടെ കൊല്ലത്തിലൊരിക്കൽ ഇവിടെ ഒന്ന് താമസിക്കാനായി താൻ വിറ്റിട്ട് പോയ തറവാട്ടിലേക്ക് തിരിച്ചു വരുന്ന ഒരു ഇസ്രായേലുകാരനെ പറ്റി സേതു ആത്മകഥയിൽ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ പേര് 80കാരൻ, എന്താണ് പേര് പറഞ്ഞു, ഏലിയാഹു ബാസിൽ എന്നാണ് അദ്ദേഹത്തിൻ്റെ പേര്. അദ്ദേഹം ഇവിടെ വിറ്റിട്ട് പോയ മണ്ണിൽ നിന്ന് ആ തറവാട്ടിലെ കുറച്ച് മണ്ണ് സ്വന്തമായി വാങ്ങി അവിടെ ഒരു വീട് വെച്ച് എല്ലാ വർഷവും മണ്ണുണ്ട്. ഇപ്പോൾ ജീവിച്ചിട്ടുണ്ടോയെന്ന് അറിയില്ല. അദ്ദേഹത്തിൻ്റെ ആത്മഹത്യ പറയുന്ന കാര്യങ്ങളാണ് അതൊക്കെ. പിന്നെ ഒന്ന് ഉള്ളത് മറുപിറവിയാണ്. മറുപിറവിയുടെ ടൈറ്റിൽ തന്നെ വല്ലാത്തൊരു ടൈറ്റിലാണ്. അത് സ്വന്തം ദേശത്തിൻ്റെ വേരുകൾ തേടുന്ന ഒരു രചനയാണ് മറുപിറവി. മുസ്ലിസ് തുറമുഖം, അതിൻ്റെ ഉത്ഭവം, തകർച്ച ഒക്കെയാണ് അതിൻ്റെ വിഷയം. ഒരുപാട് ഗവേഷണങ്ങൾക്ക് ശേഷം എഴുതിയിട്ടുള്ളതാണ് ആ ബുക്ക്. അരവിന്ദൻ എന്ന മുഖ്യ കഥാപാത്രമാണ് അതിനകത്തെ മറുപിറവിയിൽ. ഈ രണ്ടോട് മറ്റ് മുഖ്യധാരയിൽ നിന്ന് വിട്ടു നിൽക്കുന്ന രണ്ട് രചനകളെന്ന് വേണമെങ്കിൽ പറയാം. പിന്നെ MTയും NP മുഹമ്മദും ചേർന്ന് അറബിപ്പൊൻ എഴുതിയാലും നമുക്കൊക്കെ അറിയാം. സേതുവും പുനത്തിൽ കുഞ്ഞബ്ദുള്ളയും ചേർന്നൊരു നോവൽ എഴുതിയിട്ടുണ്ട്. നവഗ്രഹങ്ങളുടെ തടവറ എന്നതിൻ്റെ പേര്. കൊല്ലത്തുനിന്ന് പ്രസിദ്ധീകരിച്ചിരുന്ന ചിത്ര കാർത്തിക ആഴ്ചപ്പതിപ്പിൽ വൈക്കം ചന്ദ്രശേഖരൻ ഒരു പത്രാധിപരായിരിക്കുകയാണ് അത് സീരിയലൈസ് ചെയ്തുകൊണ്ട് നവഗ്രഹങ്ങളുടെ തടവറ എന്ന്. പിന്നീട് എന്തോ അദ്ദേഹം ആ വഴിക്ക് പോയില്ല. കുഞ്ഞബ്ദുള്ളയും അദ്ദേഹവും ചേർന്ന് എഴുതിയതാണത്. അതാണ്. പിന്നെയുള്ളത് കൈമുദ്രകൾ, നിയോഗം, ഇവയും ഏറെ ശ്രദ്ധിക്കപ്പെട്ടതാണ്. താൻ ഏറ്റവും കൂടുതൽ രചനകളിൽ ഉപയോഗിച്ചിട്ടുള്ള വാക്ക് ഒരുപക്ഷെ നിയോഗം എന്നുള്ളതായിരിക്കും എന്ന് അദ്ദേഹം ഇവിടെ എഴുതിയിട്ടുണ്ട്. ബാങ്കിങ് രംഗത്തായിരുന്നല്ലോ അദ്ദേഹം. ആദ്യം റെയിൽവേ ബോർഡിൽ ജോലി കിട്ടി, പിന്നീട് കാലാവസ്ഥ നിരീക്ഷണ വകുപ്പിൽ വന്നു, ഒടുവിൽ ബാങ്കിങ് രംഗത്ത് ബാങ്ക് ഓഫ് പട്യാലയിലാണെന്ന് തോന്നുന്നു ആദ്യത്തെ നിയമനം. ദില്ലിയിൽ ബാങ്ക് ഓഫ് പട്യാലയിൽ ജോലി ചെയ്യുന്ന കാലത്താണ് അവിടെ ഒരു കേരള ക്ലബ്ബുണ്ട്. സാഹിത്യകാരന്മാരൊക്കെ അവിടെ കൂടും, അവരെഴുതിയതൊക്കെ വായിക്കും, ചർച്ച ചെയ്യും. MP നാരായണപിള്ള, കാക്കനാടൻ, OV വിജയൻ, മുകുന്ദൻ ഇവരൊക്കെ ഉണ്ട്. അപ്പോൾ അവർ ആ ഇടയ്ക്ക് എഴുതിയതൊക്കെ വായിക്കും. അപ്പോൾ ആയിടെ സേതുവിൻ്റെ 2-3 ബീഹാർ സുഹൃത്തുക്കളുമായിട്ട് അദ്ദേഹം ഒരു ബീഹാർ യാത്രയ്ക്ക് പോയി. അക്കൊല്ലം ബീഹാറിലൊരു പുതിയ വരൾച്ച ഉണ്ടായ കാലമാണ്. ജലാശയങ്ങൾ വറ്റി വരണ്ട് പാടങ്ങളൊക്കെ വിണ്ട് കീറി വല്ലാത്തൊരവസ്ഥ. കിലോമീറ്ററുകൾ താണ്ടേണ്ടി വരുന്നു വെള്ളത്തിന് വേണ്ടിയിട്ട്. അപ്പോൾ അത് അദ്ദേഹത്തിൻ്റെ മനസ്സിൽ വല്ലാത്തൊരു വിങ്ങലുണ്ടാക്കി. ഇതിനെക്കുറിച്ച് ഫീച്ചർ എഴുതിയാലോ എന്ന് അദ്ദേഹം ആലോചിച്ചു. തിരിച്ച് ഡൽഹിയിലെത്തിയപ്പോൾ പിന്നീട് എങ്ങനെയോ അത് മാറി ഒരു കഥയുടെ രൂപത്തിലേക്ക് എത്തി. ഒരു വൃദ്ധൻ്റെ വ്യൂ പോയിന്റിൽ നിന്ന് ആദ്യത്തെ കഥ പറക്കുന്നത് അങ്ങനെയാണ്. ദാഹിക്കുന്ന ഭൂമി എന്ന പേര്. അത് കേരള ക്ലബ്ബിൽ വായിച്ചു, എല്ലാവർക്കും ഇഷ്ടമായി. മാതൃഭൂമിക്ക് അയച്ചു. പ്രസിദ്ധീകരിക്കുമെന്നൊന്നും ഒരു ഉറപ്പുമില്ല. എങ്കിലും അദ്ദേഹത്തെ ഞെട്ടിച്ചുകൊണ്ട് 2 ആഴ്ച കഴിഞ്ഞിട്ട് MTയുടെ കത്ത് വന്നു. കഥ പ്രസിദ്ധീകരിക്കാൻ മാറ്റി വച്ചിരിക്കുന്നു. ആദ്യത്തെ കഥ. അദ്ദേഹം പറഞ്ഞിട്ടുള്ളത് അന്ന് ഞാൻ ഹിമാലയത്തിൻ്റെ നെറുകയിലാണ് എന്ന് തോന്നിപ്പോയി എന്നാണ് ആദ്യത്തെ കഥ പ്രസിദ്ധീകരിച്ചത്. പിന്നെ അദ്ദേഹത്തിൻ്റെ ആത്മകഥ പലരും വായിച്ചിട്ടുണ്ടാവാം. അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ. ഒരു ബാങ്കിലെ ജോലിയും സാഹിത്യരചനയും ഒരുമിച്ച് കൊണ്ടുപോകുന്ന ഒരാളുടെ ആത്മകഥയ്ക്ക് മറ്റെന്താണ് പേരിടുക? അക്കങ്ങളിൽ കൊത്തിയ അക്ഷരങ്ങൾ എന്നാണ്. അതിൻ്റെ ഒരു ആമുഖമുണ്ട്. അവതാരിക മനോരമയിലെ കഥക്കൂട്ട് എഴുതുന്ന തോമസ് ജേക്കബ് സാറിൻ്റെ അത് വളരെ ഗംഭീര അവതാരികയാണ് കേട്ടോ അത്. അപ്പോൾ അതിനകത്ത് വളരെ രസകരമായ ചില കാര്യങ്ങൾ, രസകരം മാത്രമല്ല കൗതുകകരമായ ചില കാര്യങ്ങളിങ്ങനെയുണ്ട്. ഇന്ത്യയിലൊക്കെ നമുക്കിപ്പോൾ മൊത്തത്തിൽ ഇന്ത്യൻ സ്റ്റാൻഡേർഡ് ടൈം അല്ലേ. കൊച്ചി രാജ്യത്ത് 2 ടൈം സോൺ ഉണ്ടായിരുന്നു. കൊച്ചി രാജകുടുംബം തൃപ്പൂണിത്തുറ കോവിലകത്തിലെ ഒരു ടൈം സോൺ, ജനങ്ങൾക്ക് വേറൊരു ടൈം സോൺ. കൊച്ചി രാജകുടുംബത്തിലെ അംഗങ്ങൾക്ക് സൂര്യൻ്റെ നിഴലിനെ ആസ്പദമാക്കിയുള്ള ടൈം സോണും ജനങ്ങൾക്ക് തീവണ്ടി കടന്നു പോകുമ്പോഴുള്ളൊരു ഇദ്ദേഹത്തിന് ആത്മഹത്യ പറയുന്ന കാര്യമാണ് കേട്ടോ. ഏതാണ്ട് 2 മണിക്കൂറിൻ്റെ ഡിഫറൻസ് ഉണ്ട്.
അത് എനിക്കത് ആദ്യമായിട്ട് വായിച്ചപ്പോൾ മനസ്സിലായതാണ്. പിന്നെ വളരെ അങ്ങനെ കുറേ നിരീക്ഷണങ്ങളുണ്ട്. അദ്ദേഹം ബോംബെ ജോലി ചെയ്യുന്ന കാലത്ത് എഴുതിയിട്ടുണ്ട്. ബോംബെ സബർബൻ ട്രെയിൻ ഉണ്ടല്ലോ, ഭയങ്കര തിരക്കായിരിക്കുമല്ലോ. അപ്പോൾ ആദ്യത്തെ ട്രെയിനൊക്കെ വരുമ്പോൾ ഇങ്ങനെ തിരക്ക് കാരണം കയറാതെ മാറി നിൽക്കും. അവസാനം മനസ്സിലായി നമ്മളൊന്നും ചെയ്യണ്ട, വെറുതെ നിന്നാൽ മതി, ഇത്ര കഴിയുമ്പോൾ നമ്മൾ ട്രെയിനകത്തായിക്കോളും. അങ്ങനെ അതിജീവനത്തിൻ്റെ ആദ്യ പാഠങ്ങൾ ഞാൻ പഠിച്ച ബോംബെ സബർബൻ ട്രെയിനിലെ യാത്ര കൊണ്ടാണെന്ന് അദ്ദേഹം എഴുതിയിട്ടുണ്ട്. അങ്ങനെ വളരെ രസകരമായ പിന്നെ ആത്മകഥയിൽ നമ്മൾ ശ്രദ്ധിക്കേണ്ട കാര്യം 2018 മഹാപ്രളയത്തിൻ്റെ ഒരു ഡോക്യുമെൻറ്റേഷനാണ് ആത്മകഥ. അത്രയ്ക്കും ഡീറ്റെയിൽ ആയിട്ട് ആ പ്രളയത്തിൻ്റെ കഥ എഴുതിയിട്ടുണ്ട്. അദ്ദേഹത്തിൻ്റെ വീട്ടിലെ ഹോം ലൈബ്രറിയിൽ ആയിരക്കണക്കിന് പുസ്തകങ്ങളാണ് ഒഴുകിപ്പോയത്. വെള്ളം വീട്ടിൽ കയറി ഒഴുകിയിട്ട് ഒരുപാട് പുസ്തകങ്ങൾ ഒഴുകിപ്പോയി. വീടിൻ്റെ പകുതിക്ക് മുകളിലേക്ക് വെള്ളം കൊണ്ടു. ഞാൻ പോയി കേട്ടിട്ടുണ്ട് വീട് ഒക്കെ നശിച്ചു പോയി, ഒഴുകിപ്പോയി. ഒക്കെ വെറുതെ രാത്രിക്ക് വെള്ളം കയറിയപ്പോൾ കണ്ടുകൊണ്ട് നിൽക്കാനേ കഴിഞ്ഞുള്ളൂ എന്ന് അദ്ദേഹം പറയുന്നുണ്ട്. അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ പ്രസിദ്ധീകരിക്കപ്പെട്ട നോവൽ നനഞ്ഞ മണ്ണാണ്, മലയാള നാട്ടിൽ. ആ നനഞ്ഞ മണ്ണ് പ്രസിദ്ധീകരിച്ചപ്പോൾ എസ് കെ നായർ, മലയാള നാട്ടിലെ എസ് കെ നായർ ആദ്യമായിട്ട് ഇദ്ദേഹത്തിന് കിട്ടിയ പ്രതിഫലം 500 രൂപയാണ്. അദ്ദേഹത്തിൻ്റെ ശമ്പളത്തിനടുത്തൊക്കെ വരുമെന്നാണ് അദ്ദേഹം പറഞ്ഞേക്കുന്നത്. നനഞ്ഞ മണ്ണ്. പിന്നീട് തൃശ്ശൂരിലെ കറണ്ട് ബുക്സാണ് അത് പുസ്തകമാക്കിയത്. കറണ്ട് പുസ്തകമാക്കി കഴിഞ്ഞ് അദ്ദേഹം വായിച്ചപ്പോൾ തോന്നി തൻ്റെ ദേശം ചേന്ദമംഗലത്തോട് അതിൻ്റെ ചരിത്രത്തോട് ഒട്ടും നീതി പുലർത്താൻ തനിക്ക് കഴിഞ്ഞിട്ടില്ല എന്ന് പൂർണ്ണ ബോധ്യം വന്നപ്പോൾ പുസ്തകം നന്നായിട്ട് വിറ്റുപോയിരുന്നു. രണ്ടാമത്തെ പതിപ്പ് ഇറക്കട്ടെ എന്ന് കറണ്ട് തോമസ് ചോദിച്ചപ്പോൾ, മുണ്ടശ്ശേരിയുടെ മകൻ ചോദിച്ചപ്പോൾ പറഞ്ഞു ഇനി വേണ്ട, ആ പുസ്തകം ഇനി ഒരു പുതിയ വായന ആ പുസ്തകം അർഹിക്കണില്ല, ആവശ്യപ്പെടുന്നില്ല. എനിക്ക് വായനക്കാരനോടൊരു സാമൂഹ്യ പ്രതിബദ്ധതയുണ്ട് എന്ന് പറഞ്ഞു. അതുകൊണ്ട് അദ്ദേഹത്തിൻ്റെ കയ്യിൽ പോലും നനഞ്ഞ മണ്ണിൻ്റെ കോപ്പിയില്ല. എന്നാലോ വർഷങ്ങൾക്ക് ശേഷം അദ്ദേഹം ഒരു US പര്യടനത്തിന് പോയപ്പോൾ അവിടുത്തെ ടെക്സാസിലെ യൂണിവേഴ്സിറ്റിയുടെ പേര് ഞാൻ മറന്നുപോയി, വിവിധ ലോക ഭാഷകളിലെ പുസ്തകങ്ങൾ അടുക്കിയിരിക്കുന്ന കൂട്ടത്തിൽ അദ്ദേഹത്തിൻ്റെ നനഞ്ഞ മണ്ണ് അവിടെ കണ്ടു. അതതിൻ്റെ ഫോട്ടോ ഒക്കെ എടുത്ത് കണ്ടു, നനഞ്ഞ മണ്ണ്. അങ്ങനെ ഒരു കോപ്പി അദ്ദേഹത്തിൻ്റെ കയ്യിലില്ലാത്ത കോപ്പി അമേരിക്കയിലുണ്ടെന്നുള്ള എൻ്റെ പ്രത്യേകത മലയാളം എന്നുള്ളത്. അങ്ങനെ ഇതേക്കുറിച്ച് പിന്നെ ചുരുക്കത്തിൽ ചേന്ദമംഗലത്തിൻ്റെ ഒരു ദൂരക്കാഴ്ച, കൈത്തറിയുടെ നിലയ്ക്കാത്ത താളം, അമ്പലമുറ്റങ്ങളിലെ മേളവാദ്യങ്ങൾ, ക്രിസ്ത്യൻ പള്ളികളിലെ ചവിട്ടുനാടകങ്ങൾ, അവിടുത്തെ തൂയിലുണർത്തലുകൾ, ഇതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ കഥകളുടെയും രചനകളുടെയും. പിന്നെ ഉണ്ടുണ്ട് മനുഷ്യൻ്റെ അതിജീവന താളം. അതും വലിയൊരു കാര്യമാണ് അദ്ദേഹത്തിൻ്റെ ജീവിതത്തിലെ കഥകളിലൂടെ കടന്നു പോകുമ്പോൾ. സേതുവിൻ്റെ സാഹിത്യസപര്യയെക്കുറിച്ച് ഇത്രയൊക്കെ പറയാമെന്ന് വിചാരിക്കണം. പിന്നെ പാണ്ഡവപുരത്തിൻ്റെ പിറവിയെക്കുറിച്ച് രസകരമായി വായിച്ചിട്ടുണ്ടാവാം. അദ്ദേഹം MT അനുസ്മരണത്തിനൊക്കെ 1-2 സ്ഥലത്ത് നേരിട്ട് പറയുന്നത് ഞാൻ കേട്ടതാണ്. തിരുവനന്തപുരത്ത് സ്റ്റേറ്റ് ബാങ്കിൽ ജോലി ചെയ്തിരുന്നപ്പോൾ അദ്ദേഹത്തിന് അതിനോടകം 2-3 കഥകളെ വന്നിട്ടുള്ളൂ, 2 നോവലോ മറ്റോ. MTയുടെ ഒരു ഫോൺ വരുന്നു. MT ആണ് കോഴിക്കോട്ട് നിന്ന്. സേതു എന്തെങ്കിലും ഇപ്പോൾ എഴുതിക്കൊണ്ടിരിക്കുന്നുണ്ടോ എന്ന് ചോദിച്ചു. നോവൽ പറഞ്ഞു. ഇല്ലല്ലോ MT എന്ന് പറഞ്ഞു. പ്രായം കൊണ്ട് മൂത്താണെങ്കിലും ഞാൻ MT എന്നാണ് വിളിക്കാറെന്ന് അദ്ദേഹം പറഞ്ഞു. പെട്ടെന്ന് ഓർത്തു, ഒരു സബ്ജക്റ്റ് എഴുതി കുറച്ചാക്കി വച്ചിട്ടുണ്ടല്ലോ, അത് മുമ്പോട്ട് പോകാണ്ട് വർക്കാവണില്ല. ഇങ്ങനെ പറഞ്ഞു, ഒരു സംഭവം എഴുതിയിട്ടുണ്ട്, അതങ്ങ് വർക്കാവണില്ല, മുമ്പോട്ട് പോകണില്ല. അപ്പോൾ MT പറഞ്ഞു, സേതു ഒരു കാര്യം ചെയ്യൂ, അത് കളഞ്ഞോ? ഇല്ല. അതുമേലെ ഒരു 2 ആഴ്ച സേതു അടയിരിക്കൂ. അദ്ദേഹം എപ്പോഴും പറയും MT പറഞ്ഞ വാക്ക് അടയിരിക്കൂ എന്നാണ്. 2 ആഴ്ച കഴിഞ്ഞ് ഞാൻ വിളിക്കാം, മാതൃഭൂമിക്കൊരു നോവൽ ആവശ്യമുണ്ട്. അദ്ദേഹം പറയാണ്, ലബ്ധപ്രതിഷ്ഠരായ K. സുരേന്ദ്രനൊക്കെ അന്ന് മാതൃഭൂമിയിൽ സ്ഥിരമായി നോവൽ എഴുതിക്കൊണ്ടിരിക്കുക. അയ്യങ്കോപുര, JKV, K. സുരേന്ദ്രൻ, അങ്ങനെ പലരും. നവാഗതനായി എന്നോട് ചോദിച്ചു. വല്ലാതെ ആഹ്ലാദം തോന്നി, അതോടൊപ്പം ഉത്കണ്ഠ. 2 ആഴ്ച അന്ന് റൂമിൽ പോയി തിരിച്ച് നോക്കി, എത്ര നോക്കിയിട്ടത് വർക്കാവണില്ല. ദേവിയൊക്കെ തന്നെയാണ് ഇതിനകത്തെ കഥാപാത്രം. പക്ഷേ ഒരു വില്ലേജിലെ വിഡോവായിട്ടുള്ളൊരു ടീച്ചറിൻ്റെ കഥ, അതൊരു ഡയറക്റ്റ് നരേഷനായിരുന്നു അദ്ദേഹം ഉദ്ദേശിച്ചത്. ഈ ട്വിസ്റ്റുകളോ ഫാൻറ്റസിയോ ഒന്നും ഉണ്ടായിരുന്നില്ല. അപ്പോൾ ഇങ്ങനെ ആയാൽ അതിനൊരു മുമ്പോട്ട് നീങ്ങലെ സുഖമില്ലെന്ന് തോന്നിയിട്ട് അദ്ദേഹം ഇങ്ങനെ ആലോചിച്ച് ദേവിക്കൊരു ട്വിസ്റ്റ് കൊടുത്തു. ഫാൻറ്റസി, കുഞ്ഞിക്കുട്ടൻ, പാണ്ഡവപുരം. അങ്ങനെയാണ് പാണ്ഡവപുരം പതുക്കെ എഴുതി തുടങ്ങി. 2 ആഴ്ച കഴിഞ്ഞ് കൃത്യമായി MT വിളിച്ചു എന്നാണ് പറഞ്ഞു. സേതു ഞാൻ പറഞ്ഞ കാര്യം എന്തായിരുന്നു ചോദിച്ചു. പറഞ്ഞു, MT ഇങ്ങനെ അതൊന്ന് റിവൈസ് ചെയ്ത് ഞാൻ എഴുതിക്കൊണ്ടിരിക്കുകയാണ്. എത്രത്തോളം എഴുതി? ഒരു 3-4 അധ്യായം എഴുതി. ഒരു കാര്യം ചെയ്യൂ, എഴുതിയെടുത്ത് ഒരു ടൈറ്റിലിടൂ,
ശീർഷ കൊട്ടിട്ട് എനിക്ക് അയക്കൂ. അയച്ചു. എന്നിട്ട് ഒരു കാര്യം കൂടി പറഞ്ഞു, ബാങ്കിലേക്ക് ഞാനിന്ന് ബാലകൃഷ്ണനെ അയക്കും ഫോട്ടോ എടുക്കാൻ. സിനിമയിലെ സ്റ്റിൽ ഫോട്ടോഗ്രാഫർ NL ബാലകൃഷ്ണൻ അറിയാമല്ലോ. അദ്ദേഹം ബാങ്കിൽ ചെന്നു, ഫോട്ടോ എടുത്തു. MTക്ക് ഇഷ്ടമാകുമെന്നുള്ള വല്ലാത്ത ഉത്കണ്ഠയായിരുന്നു. ആദ്യമായിട്ട് എഴുതിയ മാതൃഭൂമിക്ക്. അദ്ദേഹത്തെ ഞെട്ടിച്ചുകൊണ്ട് അടുത്ത ആഴ്ചത്തെ മാതൃഭൂമി ആഴ്ചപ്പത്തിലെ ബാക്ക് പേജിൻ്റെ ഉൾപേജിൽ ഒരു ഫുൾ പേജ് പരസ്യം. ലളിതാംബിക അന്തർജനത്തിൻ്റെ അഗ്നിസാക്ഷിക്ക് ശേഷം ആഴ്ചപ്പതിപ്പ് പ്രസിദ്ധീകരണം ആരംഭിക്കുന്നു. യുവ കഥാകൃത്ത് നോവലിസ്റ്റുമായ സേതുവിൻ്റെ നോവൽ പാണ്ഡവപുരം. അതെന്നെ ശരിക്കും ഞെട്ടിച്ചു എന്ന് അദ്ദേഹം പറഞ്ഞു. ഇനി തമാശ പറ്റില്ല, ബാങ്കിലേക്ക് എന്ന് അദ്ദേഹം ലീവ് എഴുതി കൊടുത്തു. 1 മാസത്തെ 2 ആഴ്ചത്തെ. പിന്നെ ശരിക്കും ദേവി പാണ്ഡവപുരം അവിടെ അടയിരിക്കുകയായിരുന്നു. അങ്ങനെയാണ് പാണ്ഡവപുരത്തിൻ്റെ പിറകെ അദ്ദേഹം വന്നു തീർന്നു. നോവൽ വന്നു തീർന്നു. കാര്യമായ യാതൊരു പ്രതികരണവും വായനക്കാരുടെ ഭാഗത്തുനിന്നില്ല. വല്ലാത്ത ഉത്കണ്ഠയായി. വായനക്കാരെ നിരസിച്ചു. പിന്നീട് ആദ്യമായിട്ട് MT പിന്നീട് ഒരിക്കൽ കണ്ടപ്പോൾ അദ്ദേഹം ചോദിച്ചു, നമ്മുടെ നോവൽ വായനക്കാരെ തള്ളിക്കളഞ്ഞില്ല MT എന്ന് ചോദിച്ചു. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, MTയുടെ സ്വസിദ്ധമായ ചിരിയോടെ ബീഡി ഒന്ന് ആഞ്ഞ് വലിച്ചിട്ട് പതുക്കെ പറഞ്ഞു, ഒരുപാട് കത്തുകൾ വന്നു, ഒന്നും കൊടുക്കാൻ പറ്റണമായിരുന്നില്ല. എന്നെയും സേതുവിനും ചീത്ത പറഞ്ഞുകൊണ്ടുള്ളതാണ്. ലളിതാംബിക അന്തർജനത്തെ പോലെ ഒരു സാധ്വയുടെ നോവൽ വന്ന ശേഷം ആഴ്ചപ്പതിപ്പിന് കൊടുക്കാൻ കണ്ട നോവൽ ജാരന്മാരുടെ കഥ. വീട്ടിൽ വരുത്തിക്കൊണ്ടിരിക്കുന്ന കുടുംബവാരിക മാതൃഭൂമിക്ക് ചേർന്നാണത്. ഞാനൊന്നും പ്രസ്സിലേക്ക് കൊടുത്തില്ല. കാരണം എഴുതി തുടങ്ങുന്ന ഒരു എഴുത്തുകാരനെ വല്ലാതെ ഡിസപ്പോയിൻറ്റഡ് ആക്കും എന്നെനിക്കറിയാമായിരുന്നു. പിന്നെ ഈ നോവൽ ഇതിൻ്റെ വഴി കണ്ടെത്തും, എനിക്ക് ഉറപ്പാണ്. അദ്ദേഹത്തിൻ്റെ നാവ് പൊന്നായി എന്നാണ് ഇപ്പോഴും അദ്ദേഹം പറയാം. അതാണ് അടുത്ത കാലത്ത് അദ്ദേഹത്തിൻ്റെ ബർത്ത്ഡേ ആയിരുന്നല്ലോ MTയുടെ. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, MT ഓർക്കാൻ എനിക്കൊരു ബർത്ത്ഡേയിലൊന്നും ആവശ്യമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു. ഇതോട് കൂട്ടി വായിക്കുന്ന ഒന്നുണ്ട്. സേതുവിന് അത്യാവശ്യം പ്രശസ്തിയായി, അവാർഡുകൾ കിട്ടി. 80കളുടെ ഒടുവിൽ MTയുടെ 2ാം വരവ് ആഴ്ചപ്പതിപ്പിൽ ഒരു കഥ എഴുതി ആഴ്ചപ്പതിപ്പിന് അയച്ചു. പ്രസിദ്ധീകരിക്കും, യാതൊരു സംശയമില്ലല്ലോ. പക്ഷേ മടങ്ങി വന്നത് MTയുടെ ഒരു കത്താണ്. സേതുവിൻ്റെ കഥ മാറ്റി വച്ചിരിക്കുന്നു. സേതു ഒന്നുകൂടി കഥ വായിക്കൂ, എന്നിട്ട് പ്രസിദ്ധീകരണ യോഗ്യമാണെന്ന് സേതുവിന് തോന്നിയാൽ പ്രസിദ്ധീകരിക്കാം. എന്താ ചെയ്ത് ചുരുട്ടിക്കുട്ടി കയ്യിലുള്ള കോപ്പ് കളി ചെയ്ത്. അപ്പോൾ MTയുടെ മഹത്വം അദ്ദേഹം പറയണത്, തിരിച്ചയച്ചാൽ എനിക്കതൊരു ഇൻസൾട്ടാവും. കുഞ്ഞബ്ദുള്ളയോട് ഞാൻ സംസാരിച്ചപ്പോൾ കുഞ്ഞബ്ദുള്ളയ്ക്ക് ഇതേ അനുഭവം ഉണ്ടായിട്ടുണ്ട്. മാറ്റി വയ്ക്കും, ഒന്നുകൂടെ വായിക്കാൻ പറയും. 2ാം വായനയിലും എഴുത്തുകാരന് തൃപ്തി ആവില്ല എന്നുണ്ടെങ്കിൽ കളയും, അല്ലെങ്കിൽ അയച്ചേക്കും. അതാണ് അദ്ദേഹത്തിൻ്റെ. അപ്പോൾ MT എന്ന മഹാനായ പത്രാധിപരെ ഓർക്കാതെ ഞാൻ ഒരു ദിവസം കടന്നു പോകാറില്ലെന്ന് അദ്ദേഹം പറയാറുണ്ട്. ഇങ്ങനെയാണ് പാണ്ഡവപുരത്തിൻ്റെ പിറവി. ASൻ്റെ രേഖാചിത്രങ്ങളോടെയാണ് പാണ്ഡവപുരം വന്നത്. അറിയാലോ, അത്തിപ്പറ്റ ശിവരാമൻ മാതൃഭൂമിയുടെ ASൻ്റെ രേഖാചിത്രങ്ങളിലൂടെ വന്നു. 77 വന്നത്. 100 പേജ് മറ്റല്ലേ ഉള്ളൂ. അപ്പോൾ ഇതാണ് പാണ്ഡവപുരത്തിൻ്റെ പിറവി. പിന്നെ ഇപ്പോൾ പാണ്ഡവപുരം എന്ന നോവലിലേക്കൊക്കെ ഇത്രയും ആമുഖമായിട്ട് സേതുവിനെ പറ്റി പറഞ്ഞിട്ട് പാണ്ഡവപുരത്തിലേക്ക് വരാം. അത് ഇവിടുന്ന് എടുത്തുകൊണ്ട് പോയിട്ട് ഒരു 3 പ്രാവശ്യമൊക്കെ ഞങ്ങൾ വായിച്ചിട്ടുണ്ടാകും. ആദ്യം ചില പഠനങ്ങൾ ഇവിടുന്നൊക്കെ കിട്ടിയതൊക്കെ എൻ്റെ ചില എക്സ്ട്രാക്റ്റൊക്കെ വെച്ചിട്ടാണ് ഒരു തട്ടിക്കൊട്ടിയതാണിത്. ഇന്നലെ രാത്രിയിൽ പതിവുള്ള മറ്റൊരു പേടി സ്വപ്നത്തിന് വേണ്ടി കാതോർത്ത് കാത്തയിടയ്ക്ക് അപൂർവമായ ചില ഓർമ്മകളുടെ നിറപ്പകട്ടുള്ള കുപ്പിച്ചിലുകൾ ചിതറിച്ചുകൊണ്ട് പാണ്ഡവപുരം എൻ്റെ മനസ്സിലേക്ക് കടന്നു വന്നു. അഭയാർത്ഥി കോളനിയിലെ ദേവാലയത്തിലെ പ്രാർത്ഥനാ മുറിയിലെ 7 നിറങ്ങളിലുള്ള കണ്ണാടി കഷ്ണങ്ങൾ പതിച്ച ശരറാന്തൽ വീണുടഞ്ഞിരിക്കണം. പാണ്ഡവപുരം ആരംഭിക്കുന്നത് എങ്ങനെയാണ്? ഏതൊരു വായനക്കാരെയും ഭ്രമിപ്പിക്കുന്ന തുടക്കമാണിത്. മലയാള നോവലിൻ്റെ പുതിയൊരു ഭാവുകത്വം നൽകിയ രചന കൂടിയാണിത്. നോവൽ വായനാശീലത്തിൽ പരിഭ്രാന്തിയുടെ വിത്തുകൾ വാരി വിതറിയ പേടിസ്വപ്നം പോലെ ഓർമ്മകളുടെ നിറമുള്ള കുപ്പിച്ചില്ലുകൾ ചിതറിച്ചുകൊണ്ടുള്ള പാണ്ഡവപുരം ഇങ്ങനെയാണ് മനുഷ്യർ വായനക്കാരിലേക്ക് എത്തിയത്. ദേവി എന്ന ഒറ്റപ്പെട്ട സ്ത്രീയുടെ വിഷാദാത്മകമായ വിഭ്രാന്തികളാണ് പാണ്ഡവപുരം. മുത്തശ്ശി, ദേവിയുടെ മകൻ രഘു, ഭർത്തൃ സഹോദരി ശ്യാമള, കളരിപ്പാടം തറവാട്ടിലെ കാരണവർ ഉണ്ണിമനൻ, സദാചാര സംരക്ഷകരായ 2 കരയോഗം ഭാരവാഹികൾ. ഇത്രയുമാണ് നോവലിലെ കഥാപാത്രങ്ങൾ. ഉന്മാദത്തിനും കാമനയ്ക്കും ഇടയിലൂടെ കടന്നു പോകുന്ന കഥാപാത്രമാണ് ദേവി. ഒരിക്കലും വീട് വിട്ട് പുറത്തു പോയിട്ടില്ലാത്ത ദേവിയുടെ കാമനകൾ അവരുടെ കൽപ്പനകൾക്ക് ചുറ്റും തിരിയുന്നുണ്ട്. ദേവി പറയുന്നുണ്ട്, വ്യക്തമായ അതിരുകളുള്ള ഒരു ഭൂതകാലം അതെൻ്റെ വിദൂര സ്വപ്നമാണ്. അതിൽ നിന്നുള്ള പുകച്ചിലുകൾ ഉയരുമ്പോൾ പാണ്ഡവപുരം രൂപം കൊള്ളുന്നു.
സ്നേഹം തേടി അലയുന്ന മനസ്സിന് കുളിർമ നൽകുന്ന പാണ്ഡവപുരം. നിറങ്ങൾ വാരിപൂശിയ തെരുവുകളിൽ ആർത്തി പുരണ്ട കണ്ണുകളുമായി ജാരന്മാർ പൊളച്ചു നടക്കുന്ന പാണ്ഡവപുരം ആശ്വാസമാണ്. ഒരു കുടന്ന മോഹങ്ങൾ പെറുക്കിവെച്ച് പടുത്തുയർത്തിയ പാണ്ഡവപുരം ഇപ്പോൾ എന്നെപ്പോലും അമ്പരിപ്പിച്ചുകൊണ്ട് സത്യമായി തെളിഞ്ഞിരിക്കുന്നു. ഞാനിപ്പോൾ പാണ്ഡവപുരത്തെക്കുറിച്ച് മാത്രം ചിന്തിക്കുന്നു. പാണ്ഡവപുരം എന്ന സാങ്കല്പിക ദേശത്തെ ജാരനെ ആവാഹിച്ചു വരുത്തി അയാളുടെ അഹങ്കാരത്തിൻ്റെ പത്തിയിൽ ആഞ്ഞടിച്ച് നിർവീര്യമാക്കാൻ കാത്തിരിക്കുന്ന ദേവി. പാണ്ഡവപുരത്തെ കുന്നിൻ മുകളിലെ ദേവീക്ഷേത്രത്തിലെ ഭഗവതിയെപ്പറ്റി എഴുതി അത് ദേവി എന്ന കഥാപാത്രത്തിലേക്ക് മനോഹരമായി സന്നിവേശിപ്പിച്ചിരിക്കുന്നു. കരിങ്കൽ ചുവരുകൾക്കുള്ളിലെ ശ്രീകോവിലിൽ ചുവന്ന ഉടയാടകളണിഞ്ഞ് നെറ്റിയിൽ സിന്ദൂരം ചാർത്തി ദേവി ചമ്രമണിഞ്ഞിരുന്നു. ധ്യാനത്തിൻ്റെ അഗ്നിയിൽ അവളുടെ മുഖം ചുവന്നു. പാണ്ഡവപുരത്തെ ജാരന്മാർ ആ നീൽ വീണ് കരിഞ്ഞു. യാഥാർത്ഥ്യത്തിനും ഇടയിൽ ഒരു മായാവലയം സ്വയം തീർത്ത് ദേവി കാമികളായ പുരുഷന്മാരെ ആവാഹിച്ചു വരുത്തി. ഒരു പഴംതുണിക്കൊട്ട് പോലെ തന്നെ ഉപേക്ഷിച്ച് കടന്നുപോയ ഭർത്താവ് സൃഷ്ടിച്ച മുറിവുകൾ ദേവിയുടെ ആത്മാവിൽ മാത്രമല്ല ശരീരത്തിലും ക്ഷതങ്ങൾ ഏൽപ്പിച്ചിരുന്നു. താൻ കൊടുത്ത സ്നേഹത്തിൻ്റെ ഒരംശം പോലും തിരികെ കിട്ടാത്തതിനാലാണ് താൻ ഒരു പുരുഷനെ ആവാഹിച്ചു വരുത്തുന്നത് എന്ന് ദേവി പറയുന്നുണ്ട്. നാട്ടിൻപുറത്തെ പഴയ റെയിൽവേ സ്റ്റേഷനിൽ ദേവി കാത്തിരിക്കുകയാണ്. കറുത്ത കാലുറ, ദൃഢമായ കൈകൾ, സിഗരറ്റിൻ്റെ കറവീണ വിരലുകൾ, തുളച്ച് കയറുന്ന കണ്ണുകൾ. ദേവി കാത്തിരിക്കുന്നത് ഇങ്ങനെയുള്ള ഒരാളെയാണ്. ഇല്ല, ഇന്നും അയാൾ വന്നിട്ടില്ല. ഇവിടെ വരാതെ എവിടെ പോകാൻ? അയാളെ ഞാൻ ആവാഹിച്ചു വരുത്തും. ദേവി തിരിച്ചു നടക്കുകയാണ്. 1-ാം അധ്യായം ഇങ്ങനെയാണ് അവസാനിക്കപ്പെടുന്നത്. അവിചാരിതമായി ദേവി കാത്തിരിക്കാത്തൊരു ദിവസം അയാൾ ദേവിയുടെ വീട്ടിൽ വന്നെത്തുന്നു. ദേവിയുടെ ഭർത്താവായ കുഞ്ഞുകുട്ടനുമൊത്ത് പാണ്ഡവപുരത്ത് താൻ ജോലി ചെയ്യുകയാണ് എന്നയാൾ പറയുന്നു. പക്ഷേ ദേവി അയാളെ തിരിച്ചറിയുന്നില്ല. കുഞ്ഞുകുട്ടനൊപ്പം പാണ്ഡവപുരത്ത് താമസിച്ച കാലം, മഞ്ഞ ചായ മേടിച്ച ഒരേപോലുള്ള അവിടുത്തെ ക്വാർട്ടേഴ്സുകൾ അയാൾ ദേവിയെ ഓരോന്നും ഓർമ്മിപ്പിക്കുന്നു. അപ്പോൾ ദേവി പറയുന്നു, ഇല്ല, ഒരിക്കൽ പോലും ഞാൻ ഇവിടം വിട്ടു പോയിട്ടില്ല. അയാൾ അടുക്കാൻ ശ്രമിക്കുന്നതും ദേവി അകലുകയാണ്. അയാൾ പാണ്ഡവപുരത്തെ കുന്നിൻ മുകളിലെ ദുർഗാക്ഷേത്രത്തിലെ ഉത്സവത്തെ ഓർമ്മിപ്പിക്കുന്നുണ്ട്. അയാൾ പറയുന്നുണ്ട്, നടക്കൽ തൊഴാൻ വന്നവരുടെ കണ്ണുകൾ വിഗ്രഹത്തിലായിരുന്നില്ല, തീനാളം പോലെ നിന്നിരുന്ന നിങ്ങളിലായിരുന്നു. ഓരോന്ന് ഓർമ്മിപ്പിക്കുമ്പോഴും ദേവി അകന്നു മാറുകയാണ്. എന്നാൽ സാവധാനം ദേവി അയാളെ അടുപ്പിക്കുകയാണ്. അവളുടെ രതിയുടെ മായാവലയത്തിൽ എത്തിപ്പെട്ട ജാരൻ വേട്ടക്കാരിൽ നിന്ന് ക്രമേണ ഇരയായി മാറുന്നതാണ് നാം പിന്നെ കാണുന്നത്. കുന്നിൻ മുകളിലെ ഭഗവതിയുമായി ദേവിയെ സാമ്യപ്പെടുത്തുമ്പോൾ യഥാർത്ഥത്തിൽ അയാളിൽ ഭയപ്പാടുണ്ട്. ആസക്തിയുടെ ചിതയിൽ താൻ എരിഞ്ഞു പോകുമോ എന്നയാൾ ഭീതിയോടെ ഓർക്കുന്നുണ്ട്. എഴുതിത്തള്ളപ്പെട്ട തൻ്റെ ജീവിതത്തെ തിരിച്ചു പിടിക്കാൻ തൻ്റെ ശരീരത്തെ ഉപയോഗിക്കുന്ന ഫാൻറ്റസിയിൽ ജീവിക്കുന്ന ദേവി സ്ത്രീ വേട്ടമൃഗമാണെന്ന ജൈവസങ്കല്പത്തെ മറികടക്കാൻ ശ്രമിക്കുന്നു. നോവലിൽ ജാരൻ നേരിട്ട് പ്രത്യക്ഷപ്പെടുന്നില്ല. മറിച്ച് ദേവിയുടെ നഷ്ടപ്പെടലുകളിൽ നിന്ന് അവൾ ആശ്വാസം കൊള്ളുന്ന പാണ്ഡവപുരത്ത് നിന്ന് തന്നെ ഒരു ജാരനെ പ്രതീക്ഷിച്ച് ജീവിക്കുകയാണ്. ഇടയ്ക്ക് ഭർത്തൃ സഹോദരി ശ്യാമളയുടെ കണ്ണ് തുടയ്ക്കുമ്പോൾ ബോധാവസ്ഥയിൽ നിന്ന് ഉന്മാദാവസ്ഥയിലേക്ക് പതിക്കുന്ന ദേവിയെ നമുക്ക് വായിച്ചെടുക്കാം. പാണ്ഡവപുരം ക്രമേണ ദേവിയിൽ യാഥാർത്ഥ്യമായി മാറുന്നു. പക്ഷേ അപ്പോഴേക്കും അയാൾക്കത് ഉൾക്കൊള്ളാനാവുന്നില്ല. പിന്നെ വായനക്കാരിൽ അമ്പരപ്പ് സൃഷ്ടിച്ചുകൊണ്ട് ഒരു ദിവസം മുറിയിൽ അയാളിരിക്കുന്ന കട്ടിന് മുന്നിൽ ദേവി വന്ന് നിൽക്കുന്നു. അയാളെ പകച്ചു പോകുന്നുണ്ട്. ഞാൻ നിങ്ങളെ ഇവിടേക്ക് ആവാഹിച്ചു വരുത്തിയതാണ്, ദേവി അയാൾ പറയുന്നു. എനിക്ക് നിങ്ങളെ തോൽപ്പിക്കണം. നഗ്നമായ നിങ്ങളുടെ ശരീരത്തിൽ ദുർഗയെ പോലെ നൃത്തം ചെയ്യണം. നിങ്ങളെപ്പോലുള്ള ഓരോ പുരുഷൻ്റെയും കുടൽമാല എടുത്ത് കഴിക്കുകയാണ്. അപ്പോൾ അവളുടെ കണ്ണുകളിൽ തീനാമ്പുകൾ പുകയുന്നുണ്ട്. സിന്ദൂരം പടർന്ന മുഖമാകെ ചുമക്കുന്നു. അവൾ മുടിക്കെട്ടഴിച്ചപ്പോൾ തെറ്റിപ്പൂക്കൾ കിടക്കയിൽ ചിതറുക. ആ കണ്ണുകളിൽ നിന്ന്, ചുണ്ടുകളിൽ നിന്ന് ചിതറിയ ആസക്തിയുടെ തേപ്പുരുകൾ ചിതയായിരിക്കും. പുറത്ത് ആസക്തിയുടെ കാറ്റൂതി. അസംഖ്യം നാഗത്തന്മാർ അത് ഏറ്റുപിടിച്ചു. വെള്ളത്തുള്ളികളിൽ പാറി വീണു. ദേവി ചോദിക്കുകയാണ്, ഇതൊരു പ്രതികാരമാണോ? തന്നെ വെറുതെ ഇഷ്ടമാണെന്ന് പറഞ്ഞ് മേനിൽ നടിച്ചവനോടുള്ള പ്രതികാരം. അതെ, തൻ്റെ സ്ത്രീത്വത്തെ, കാമനകളെ സംശയപൂർവ്വം വീക്ഷിച്ച തന്നെ ഉപേക്ഷിച്ച് പോയ കുഞ്ഞുകുട്ടനോടുള്ള പകയാണ്. ഒരു രാത്രിയിൽ കുഞ്ഞുകുട്ടൻ ദേവിയുടെ മുറിയിലേക്ക് കാണാൻ വരുമ്പോൾ ദേവി ഉന്മാദാവസ്ഥയിൽ വാക്കുകൾ കൊണ്ട് അയാളെ പ്രഹരിക്കുന്നുണ്ട്. പാണ്ഡവപുരത്തെ നിരവധി ജാരന്മാരുടെ പേരുകൾ കൂട്ടിയിണക്കിക്കൊണ്ടുള്ള കഥകൾ അവൾ സ്വയം മെനയുന്നുണ്ട്. ദേവി പറയുന്നു, നിങ്ങൾ വിധിയെഴുതി തള്ളിയ തോൽവി എങ്ങനെ ഞാനൊരു ജയമായി മാറ്റി എന്ന് നിങ്ങൾ അറിയണം. നിങ്ങൾ സംശയിച്ചിരുന്ന, ഒരുപക്ഷെ അസൂയയോടെ കണ്ടിരുന്ന പാണ്ഡവപുരത്തെ ജാരന്മാരെയെല്ലാം ഓരോരുത്തരായി ഈ വീട്ടിൽ, ഈ മുറിയിൽ ഞാൻ ആവാഹിച്ചു വരുത്തും. അവരുടെ അഹന്തയുടെ പൗരുഷത്തിൻ്റെ പത്തിയിൽ ആഞ്ഞാഞ്ഞ് എണ്ണി ചവിട്ടി ആ പത്തികൾ ഞാൻ താഴ്ത്തും. നിങ്ങൾ ഭീരുവാണ്. ചിലന്തി വിളകൾ തൂങ്ങി നിൽക്കുന്ന മുറിയുടെ കോണിൽ ഒതുങ്ങുമ്പോൾ അയാൾ ഉറക്കെ കിതയ്ക്കുന്നത് ദേവിക്ക് കാണാം. തുടർന്ന് ദേവി പറയുന്നു, നിങ്ങൾക്കിപ്പോൾ എന്നെ വേണമെന്ന് തോന്നുന്നില്ലേ?
മോഹമുണ്ടെങ്കിൽ എൻ്റെ മുമ്പിലൂടെ നിരയിട്ട് പോകാറുള്ള അസംഖ്യം ചാരന്മാരുടെ കൂട്ടത്തിൽ നിങ്ങൾക്കും തരാം ഒരു സ്ഥാനം. പക്ഷേ ഒരു വ്യവസ്ഥയുണ്ട്. നിങ്ങളുടെ സ്ഥാനം ഏറ്റവും പിന്നിലായിരിക്കും. ക്യൂവിലെ നിയമങ്ങൾ പാലിക്കാൻ നിങ്ങളും ബാധ്യസ്ഥരാണ്. ഒരു ദിവസം ശ്യാമള ചോദിക്കുന്നുണ്ട്, ഏടത്തി അയാളോട് എന്താ പോകാൻ പറയാനത്തെ? അതിന് മറുപടിയായി ദേവി പറയുന്നത്, എത്ര നാളായി ഞാൻ അയാളെ കാത്തിരിക്കുകയാണ്. കാത്തിരുന്ന് വന്നു കയറിയ വരുന്നകാരനോട് പോകാൻ പറയാൻ എനിക്കെന്താ നൊസ്സുണ്ടോ? അയാൾ എന്തെങ്കിലും വന്നു കയറുമെന്ന് എനിക്കറിയാമായിരുന്നു. കളരിപ്പാടത്തേക്കുള്ള വഴി അന്വേഷിച്ച് വെട്ടിയും തൊഴിച്ച് ഒരാൾ തീവണ്ടി ഇറങ്ങുമെന്ന് എനിക്കറിയാമായിരുന്നു. ഒരു ജാരൻ്റെ അസൂയ പോലും അയാളുടെ മുഖത്ത് എനിക്ക് കാണാൻ കഴിഞ്ഞിട്ടില്ല. പക്ഷേ കുഞ്ഞുകുട്ടേട്ടൻ എന്നെ തെറ്റിദ്ധരിച്ചു, എന്നെ വെളിയിലാക്കി. അപ്പോൾ എന്നെ സ്വീകരിക്കാൻ എൻ്റെ കാമുകൻ തയ്യാറായില്ല. അയാൾ ഭീരുവായിരുന്നു. എവിടെ നിന്ന് കിട്ടി ഏടത്തിക്ക് എല്ലാ കഥകൾ? ശ്യാമള ചോദിക്കുന്നുണ്ട്. ദേവി വീണ്ടും പാണ്ഡവപുരത്തെ കഥകൾ ഓർത്തെടുത്ത് പറയാൻ തുടങ്ങുന്നു. ഒടുവിൽ അയാൾ മടങ്ങിപ്പോകാൻ ഒരുങ്ങുന്നു. അപ്പോൾ ദേവി അയാളോട് പറയുന്നു കനത്ത ശബ്ദത്തിൽ, നിങ്ങൾക്ക് ഇവിടുന്ന് പോകാൻ കഴിയില്ല. വർഷങ്ങളായി നെയ്തെടുത്ത വലയിലേക്ക് ഞാൻ നിങ്ങളെ ആവാഹിച്ച് വരുത്തിയതാണ്. അത്ര വേഗം കെട്ടുപൊട്ടിച്ചോടി രക്ഷപ്പെടാൻ കഴിയില്ല നിങ്ങൾക്ക്. നിങ്ങളെ നിയന്ത്രിക്കുന്നത് ഞാനാണ്. എൻ്റെ വലത് കൈയിലെ 5 വിരലുകളാണ്. വലയുടെ കെട്ട് ഞാൻ അഴിച്ചുവിടാൻ പോകുന്നില്ല. ഇളം കുളിരിൽ ദേവി ചുറ്റും നോക്കി. കിടക്കയിൽ ആരുമില്ല. അയാൾ പോയോ? ശ്യാമളയോട് ചോദിക്കുന്നു. ഏടത്തി ആരുടെ കാര്യമാണ് പറയുന്നത്? പാണ്ഡവപുരത്ത് നിന്ന് വന്ന ആൾ. പാണ്ഡവപുരം? അതിനാരും ഇവിടെ വന്നില്ലല്ലോ. എവിടെയോ എന്തോ പിശകൊണ്ടെന്നപ്പോൾ ദേവിക്ക് തോന്നുന്നു. ഇന്നലെ രാത്രിയിൽ നീണ്ട മഴ പെയ്ത് ഒടുങ്ങിയ ശേഷം എപ്പോഴോ അയാൾ പെട്ടെന്ന് എനിക്ക് സ്ഥലം വിട്ടിരിക്കും. എങ്ങനെ അയാൾക്ക് എൻ്റെ മായാവലെ മുറിച്ചു കിടക്കാൻ കഴിയും? എന്നാലും പോകും മുമ്പ് എന്നോട് പറയായിരുന്നു അയാൾക്ക്. എന്നെ ഭയപ്പെട്ടിട്ടാവും അയാൾ ഓടിപ്പോയത്. നിൻ്റെ അറിവോടെയാണോ അയാൾ പോയത്? ശ്യാമളയോട് ചോദിക്കുന്നു. ഒന്നും മനസ്സിലാവാതെ നിന്ന ശ്യാമളയോട് വീണ്ടും ദേവി ചോദിക്കുന്നുണ്ട്, കുഞ്ഞുട്ടേട്ടൻ്റെ ജോലി സ്ഥലത്തൊന്നും ഒരാളിവിടെ വന്നില്ലേ? നമ്മുടെ വടക്കേ മുറിയിൽ താമസിച്ചിരുന്ന ആൾ. ഏടത്തി എന്തൊക്കെയാണ് പറയണേ എൻ്റെ ഈശ്വര? ദേവി പറയുന്നു, അയാൾ പോകും മുമ്പ് അയാളെക്കുറിച്ചുള്ള എല്ലാ വിവരങ്ങളും നിങ്ങളുടെ മനസ്സിൽ നിന്ന് മായ്ച്ചു കളഞ്ഞു. ഇനി നിങ്ങൾക്ക് ആർക്കും അയാളെ ഓർക്കാൻ കഴിയില്ല. പക്ഷേ എനിക്ക് ഓർമ്മയുണ്ട്, ഞാൻ ഒറ്റക്കാലിൽ താമസിച്ചിരുന്നാണ് അയാളെ ഇങ്ങോട്ട് വരുത്തിയത്. അയാളെ ഏടത്തിക്ക് അറിയാമായിരുന്നു. ഉത്തരമായി ദേവി അയാളുമായിട്ടുള്ള അടുപ്പം ശ്യാമളയോട് വിവരിക്കുന്നു. എവിടുന്ന് കിട്ടി ഏടത്തിക്ക് ഇല്ലാ കഥകളൊക്കെ? നമ്മൾ അവസാനിക്കുമ്പോൾ ദേവി വീണ്ടും റെയിൽവേ സ്റ്റേഷനിൽ ആൾത്തിരക്കില്ലാത്ത അതേ പ്ലാറ്റ്ഫോമിൽ അതേ സിമൻ്റ് ബെഞ്ചിലിരിക്കുന്നു. ഇനി വരുന്ന തീവണ്ടിയിൽ അയാളുണ്ടാവുമോ? ആളുടെ പ്രകൃതം എങ്ങനെയായിരിക്കും? ആ തീവണ്ടിയിൽ അയാൾ വന്നില്ല. ദേവി വീട്ടിലേക്ക് തിരികെ നടക്കുകയാണ്. ഏടത്തി ഇത് എവിടെ പോയിരുന്നു? ശ്യാമള ചോദിക്കുന്നു. റെയിൽവേ സ്റ്റേഷനിൽ. എന്തിന്? അയാളെ കാത്ത്, പാണ്ഡവപുരത്തെ ജാരനെ കാത്ത്. ശ്യാമള കണ്ണു തുറക്കുന്നു. വരും, വരാതിരിക്കില്ല. കാത്തു നിന്ന ദിവസമല്ലല്ലോ ആദ്യത്തെ ആളും വന്നത്. രണ്ടാമനും വരും, വരാതിരിക്കില്ല. നാളെ അല്ലെങ്കിൽ മറ്റന്നാൾ. ഈ നോവലിൻ്റെ ആഖ്യാനത്തെക്കുറിച്ച് ചില നിരൂപകർ പറഞ്ഞിട്ടുണ്ട്, ആഖ്യാനത്തിൻ്റെ പിരിയൻ ഗോവണി എന്നാണ്. അതായത് ഒരിക്കലും ഡയറക്റ്റല്ല, പിരിയൻ ഗോവണി, ആഖ്യാനത്തിൻ്റെ പിരിയൻ ഗോവണി. മനോഹരമായൊരു കള്ളം ഒരു കുട്ടി ശ്രദ്ധ തിരിച്ചുവിടാൻ ഒരു സ്ത്രീ നടത്തുന്ന ശ്രമത്തിൽ നിന്നും ആരംഭിക്കുന്ന നോവൽ ക്രമേണ ഒരു ചുഴലിക്കാറ്റിൻ്റെ വേഗത ആർജിക്കുന്നത് നമുക്ക് വായിച്ചെടുക്കാൻ പറ്റും. വായനക്കാരൻ്റെ പരിചിത യാഥാർത്ഥ്യങ്ങളെ പലപ്പോഴും ഞെട്ടിക്കുന്നുണ്ട്, വിറകൊള്ളിക്കുന്നുണ്ട്. തൻ്റെ സ്ത്രീത്വത്തെ തിരസ്കരിച്ച് തന്നെ ഉപേക്ഷിച്ചു പോയ കുഞ്ഞുക്കുട്ടൻ നൽകിയ വേദനയിൽ നിന്ന് അയാൾ സൃഷ്ടിച്ച പാണ്ഡവപുരത്തെ ജാരന്മാരെ ആവാഹിച്ചു വരുത്തി സംഹരിക്കാൻ കാത്തിരിക്കുന്ന ദേവിയിലൂടെ വായനയുടെ അപാരമായൊരു വാതായനമാണ് എഴുത്തുകാരൻ നമുക്കായി തുറന്നിരുന്നത്. നോവലിൽ ഉൾച്ചേർന്നിരിക്കുന്ന വൈകാരിക അനുഭവം, അതിൻ്റെ ഇഴയെടുപ്പം സ്വയം പൂർണ്ണമായൊരു കലാസൃഷ്ടിയായി മാറുന്നു ഈ കൃതി. ഇതുകൊണ്ട് തന്നെ പാണ്ഡവപുരത്തെപ്പറ്റിയുള്ള ഏത് വായനയും റീവിസിറ്റിംഗ് എ ക്ലാസിക് എന്ന ഗണത്തിൽപ്പെടുത്താവുന്നതാണ്. ഇത്രയുമാണ് പാണ്ഡവപുരത്തെക്കുറിച്ച്. ഇതിനെക്കുറിച്ച് വന്നിട്ടുള്ള ചില പഠനങ്ങളെക്കുറിച്ച് കൂടി പറയാമെന്ന് കരുതുന്നു. ഈ നോവലിന് അനേകം പഠനങ്ങളുണ്ടായിട്ടുണ്ട്. കുറേയൊക്കെ വായിക്കാൻ പറ്റിയിട്ടുണ്ട്, എല്ലാം ഒന്നും വായിക്കാൻ പറ്റിയിട്ടുണ്ടാവില്ലല്ലോ. അത് ലീലാവതി ടീച്ചർ തൊട്ട് രാധാകൃഷ്ണൻ, പിന്നെ ആരാണ് നമ്മുടെ രാജശേഖരൻ, പി കെ രാജശേഖരൻ, കെ പി അപ്പൻ, ഏറ്റവും ഒടുവിൽ നമ്മുടെ പുതിയ നവനിരൂപകയിൽപ്പെട്ട രാഹുൽ രാധാകൃഷ്ണൻ, പിന്നെ നമ്മുടെ കെ വി സജയ് ഇതിനെക്കുറിച്ച് എഴുതിയിട്ടുണ്ട്, പുതിയ നിരൂപകൻ. അങ്ങനെ പല നിരൂപകരുണ്ട്. അവയിൽ മിക്കവയിലും സൂചിപ്പിച്ചിട്ടുള്ളത് പാണ്ഡവപുരം എന്ന നോവലിൻ്റെ നിർമ്മാണ വൈദഗ്ധ്യത്തെ പറ്റിയാണ്. അതുപോലെ ദേവിയുടെ ബഹുഭർത്തൃത്വ വാഞ്ചായുടെ പ്രതിഫലനമായി വായിച്ചെടുത്ത പഠനങ്ങളുമുണ്ട്.
ഈ അഭിപ്രായത്തെ സാധൂകരിക്കുന്ന ചില വിവരണങ്ങൾ നോവലിലുണ്ട് തന്നെ. ദേവിയുടെ മനസ്സിൽ രൂഢമൂലമായിട്ടുള്ള അധികാരം ലൈംഗിക ചോദനയാണെന്നും വേണമെങ്കിൽ കരുതാം. ഉണർത്തപ്പെടാൻ പറ്റാത്ത ഈ ചോദനയുടെ ആയി ബന്ധപ്പെടുത്തി വേണമെങ്കിൽ ഈ ബഹുഭർത്തൃത്വ വാഞ്ചയെ വായിച്ചെടുക്കാം. ഡ്യൂട്ടിയില്ലാത്ത രാത്രികളിൽ ഭർത്താവിനരികെ കലങ്ങിയ മനസ്സും തണുത്ത ശരീരവുമായി കിടന്നിരുന്ന നാളുകളിൽ തന്നെ ദേവി മനസ്സിലൊരു ജാരനെ സൃഷ്ടിച്ചു തുടങ്ങിയിരുന്നു എന്ന് കരുതണം. ഭാരതീയ സങ്കല്പത്തിൽ ബഹുഭർത്തൃത്വം ഒരു പാവമല്ല. പാഞ്ചാലി, യയാതിയുടെ മകൾ മാധവി ഇതൊക്കെ ഉദാഹരണങ്ങളാണ്. തനിക്ക് ജീവിതത്തിൽ സംതൃപ്തി നൽകാത്ത ഭർത്താവിന് പകരം മറ്റൊരു പുരുഷനെ സ്വപ്നം കാണുന്ന സ്ത്രീകളുണ്ട്. ആ പുരുഷനാണ് ജാരൻ. വഴിവിട്ട ബന്ധങ്ങളിലേക്കൊന്നും വളരാത്ത ഈ അടുപ്പം, എന്നാലോ ഉള്ളിൻ്റെ ഉള്ളിൽ പുരുഷനെക്കുറിച്ചുള്ള ചില നോവുകൾ ഇടനെഞ്ചിൽ വിങ്ങലായിക്കൊണ്ട് നടക്കുന്ന സ്ത്രീകൾ. അവ പുറത്തേക്ക് വരിക പല രൂപത്തിലാണ്. അങ്ങനെയും ഈ നോവലിനെ വായിച്ചെടുക്കാം. ഇത്തരം നിഗമനങ്ങൾക്കൊപ്പമോ അതിനേക്കാൾ ഉപരിയോ ദേവിയിൽ കാണാൻ കഴിയുന്ന മറ്റൊന്നുണ്ട്. ഒറ്റപ്പെടലിൻ്റെ വിഹുലതകളെ, തിരസ്കരിക്കപ്പെടുന്നു എന്ന തോന്നലിൽ നിന്നുണ്ടാകുന്ന വിഭ്രാന്തിയുടെ, ഏകാന്തതയുടെ, വാട്ട്സ് റോങ് വിത്ത് മീ എന്ന ചിന്തയുടെ പ്രതിഫലനമായി ഈ കഥാപാത്രത്തെ വായിച്ചെടുക്കാം. തൻ്റെ വ്യക്തിത്വത്തെ ചോദ്യം ചെയ്യുന്നതിലുള്ള പ്രതിഷേധം അത് ദേവി മനസ്സുകൊണ്ടും ശരീരം കൊണ്ടും പ്രതിരോധിക്കാൻ ശ്രമിക്കുന്നതായും നമുക്ക് കരുതാം. ഒരേ സമയം സദാചാര ഭ്രംശത്തിലേക്ക് പോകാൻ മനസ്സുകൊണ്ട് വെമ്പൽ കൊള്ളുമ്പോഴും സദാചാര സന്മാർഗിക ചിന്തകൾ ദേവിയെ പിന്നിൽ നിന്ന് വലിക്കുന്നുണ്ട്. ശാരീരികമായും മാനസികമായും ഒട്ടേറെ അടിച്ചമർത്തലുകൾക്ക് വിധേയമാക്കപ്പെട്ട സ്ത്രീയുടെ മനസ്സിൻ്റെ വിഹ്വലകൾ പ്രകടമാക്കുന്ന ശക്തമായൊരു കഥാപാത്രമാണ് ദേവി. അസംതൃപ്തയായ സ്ത്രീ മനസ്സിൻ്റെ വ്യത്യസ്ത ഭാവതലങ്ങൾ ദേവിയിലൂടെ വായിച്ചെടുക്കാം. ഭാര്യയെ സ്നേഹിക്കാതിരിക്കുക, തൻ്റെ അപകർഷതാബോധത്തിൽ നിന്നുകൊണ്ട് അവളെ അവഹേളിക്കുക, തെറ്റിദ്ധരിക്കുക, ഇതായിരുന്നു കുഞ്ഞുകുട്ടൻ. മറ്റൊരർത്ഥത്തിൽ സംശയത്തിൻ്റെ ഭാണ്ഡം ചുമക്കുന്ന അയാളുടെ സംരക്ഷണയിൽ ദേവി പരിമിതപ്പെട്ടു പോയിരുന്നു. അതോടെ അവളുടെ ജീവിതം ദുരിതപൂർണ്ണമാകുന്നു. ഭർത്താവ് എന്നത് ഓർമ്മിക്കാൻ ആഗ്രഹിക്കാത്ത, വെറുപ്പിക്കുന്ന ഒന്നായി മാറുന്നു. അവളുടെ മനസ്സിൽ കൊമ്പൻ മീശയും കൂട്ടുപുരുക്കവുമുള്ള തടിയനായ രൂപമായിരുന്നു ഭർത്താവിൻ്റേത്. ദേവിയുടെ കഥാപാത്ര സൃഷ്ടിക്ക് പിന്നിലെ പ്രേരകശക്തി പാഞ്ചാലി എന്ന ആദ്യ മാതൃകയാണെന്ന് ചില നിരൂപകർ ചൂണ്ടിക്കാട്ടിയിട്ടുണ്ട്. രണ്ട് വിധത്തിൽ സ്ത്രീ മനസ്സിൻ്റെ ഭാവതലങ്ങളെ സമർത്ഥമായി അപഗ്രഥിക്കുന്നുണ്ട് ഈ നോവൽ. അതോടൊപ്പം അതിൻ്റെ നിഗൂഢതകളെയും. ഒന്നുറപ്പാണ്, എഴുത്തുകാരൻ്റെ അസാമാന്യമായ രചനാ വൈഭവത്തിൻ്റെ കരുത്ത് കാട്ടിത്തരുന്നതാണ് ഈ നോവൽ. പാണ്ഡവപുരം എന്നുള്ളത് ശരിക്കും ഒരു ദേശമാണ് എന്ന് വായനക്കാരന് തോന്നലുണ്ടാവുന്നു ഇത് വായിക്കുമ്പോൾ. ഏകശിലാത്മകമല്ല, പിന്നെയോ മലരികളും ചുഴികളും നിറഞ്ഞാണ് ഇതിൻ്റെ ആഖ്യാനം. ആഖ്യാനത്തിൻ്റെ പിരിയൻ ഗോവണി എന്ന് പറഞ്ഞത് അക്ഷരാർത്ഥത്തിൽ ശരിയാണ്. അത് PK സുരേന്ദ്രൻ എന്നൊരു നിരൂപകനാണെന്ന് തോന്നുന്നു അങ്ങനെ എഴുതിയിരിക്കുന്നത്. പാണ്ഡവപുരം എന്ന സാങ്കല്പിക ദേശത്തെ കഥയുടെ മൊത്തം ഘടനയിൽ നിന്നും മാറ്റി നിർത്താത്ത വിധം ആ ദേശം കഥയിൽ എഴുകിച്ചേർന്നിരിക്കുന്നു. വായനക്കാരിലെത്തിയിട്ട് 50 ആണ്ട് തികയാൻ പോകുന്ന ഈ നോവൽ പുതുതലമുറ വായനക്കാരുടെയും പ്രിയപ്പെട്ട രചനയാണ്. ഈ നോവൽ അതിൻ്റെ വഴി കണ്ടെത്തിക്കൊള്ളും എന്ന MTയുടെ നിരീക്ഷണം എത്ര കൃത്യമായി. ഫാൻറ്റസിയെ യാഥാർത്ഥ്യമായും ആധുനികതയെ ആന്തരിക ലോകവുമായും ബന്ധിപ്പിച്ച ഭ്രമാത്മക ഭാവനയാണ് പാണ്ഡവപുരം. രസകരമായ ഒരു വിവരം കൂടി പറയാം. ഈ കഴിഞ്ഞ ഞായറാഴ്ചയിലെ ദ ഹിന്ദുവിൻ്റെ തമിഴ് വെർഷൻ, തമിഴ് പതിപ്പിൽ പാണ്ഡവപുരത്തെക്കുറിച്ച് തമിഴിലൊരു ആസ്വാദനം വന്നിരുന്നു. വായിക്കാൻ അറിയില്ലെങ്കിലും അതിൻ്റെ തലക്കെട്ടിതായിരുന്നു കാത്തിരിപ്പവളിൻ കനവ്. കാത്തിരിപ്പവളിൻ കനവ്. ഒരു S രാമകൃഷ്ണൻ എന്ന് പറഞ്ഞ എഴുത്തുകാരനാണ് അത് എഴുതിയത്. ഇത് പറയുന്നുണ്ട്, എഴുതുമ്പോഴും പിന്നീടും വല്ലാതെ അലോസരപ്പെടുത്തുന്ന, ചിലപ്പോൾ വിടാതെ പിന്തുടരുന്ന ചില കഥാപാത്രങ്ങളുണ്ട്. അങ്ങനെയുള്ളൊരു കഥാപാത്രമാണ് എനിക്ക് ദേവി. ഏതോ അവസരത്തിൽ, ഏതോ അവസ്ഥയിൽ എന്നെ അലട്ടാനായി പിറവിയെടുത്ത കഥാപാത്രത്തിന് നന്ദി എന്ന് പറയുകയാണ്. എഴുത്തുകാരനെ മാത്രമല്ല, വായനക്കാരനെയും അലട്ടാനായി പിറവേണ്ടതാണ് ദേവി. ഇപ്പോഴും വായനക്കാരനെ ഹോണ്ട് ചെയ്യുന്നൊരു കഥാപാത്രമാണ് ദേവി. ദേവിയുടെ സൃഷ്ടാവിന് നന്ദി. എന്നെ കേൾക്കുന്ന എല്ലാവർക്കും നന്ദി.